ശാരദാമ്മേ, ഇതുവരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ ഇവിടെ തീരാൻ പോവാ. എല്ലാ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ പെടാപ്പാട് വിട്ടത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിലത്തടിയും. അത് തടയാൻ ശാരദാമ്മ ഒരാൾ വിചാരിച്ച് മാത്രമേ സാധിക്കൂ. മോനെ, ഞാൻ എന്ത് ചെയ്യാനാ? ശാരദാമ്മ പറഞ്ഞാൽ മാത്രമേ അച്ഛൻ പോവാതിരിക്കൂ. നാട്ടുകാരെന്ത് പറയുന്നുള്ള ഭയം, നമ്മളെപ്പറ്റി മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത്, ഇതൊക്കെ സ്വന്തം മക്കളുടെ ജീവിതത്തേക്കാൾ വലുതാണോ ശാരദാമ്മേ? ഗോപാലേട്ടന് തന്ന വാക്ക് ഞാൻ മടക്കിയെടുത്തോട്ടെ. മറ്റു കുടുംബ ഭാരങ്ങളോ ബാധ്യതകളോ ഒന്നും ഏറ്റെടുക്കണ്ട എന്നുള്ള ഒരു വാക്ക്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് മാറ്റിക്കൂടെ? ശാരദേ, അത് ഗോപാലേട്ട, അച്ഛൻ സന്യാസം ഒരു മാനസികാവസ്ഥയാ. ഗൃഹസ്ഥാശ്രമിക്കും സന്യാസിയാവാം. അച്ഛൻ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളാത്. മോള് രാജീവിനൊപ്പം പോ. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവസാന കാലത്ത് തൊണ്ടയിലേക്ക് ഇത്തിരി വെള്ളം എത്തിച്ചു കൊടുക്കാൻ ആളില്ലാതെ നീ എന്തിനാ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, വാ, വാ. മോളിങ്ങി വന്നേ. കണ്ടില്ലേ, ഗോപാലകൃഷ്ണ ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? കുറച്ചു മുമ്പ് വരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവള് തന്നെയാണോ രാജീവിന് വേണ്ട പെണ്ണെന്ന്. ഇപ്പൊ ആ സംശയം മാറി. ഇവൾക്കൊരു ജീവിതത്തിന് വേണ്ടി അച്ഛനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലല്ലോ ഇവള്. അങ്ങനെയുള്ള പെണ്ണുങ്ങള് ഭർത്താവിന്റെ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും കൈവിടില്ല. ഇവളിപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യോ.
ഹായ് മോം. നിക്ക്. വിഷ്ണുവിന്റെ ഹോട്ടലിൽ ഇന്നലെ നിനക്കെന്തായിരുന്നു പ്രോഗ്രാം? അതെന്താ രാത്രി ഞാൻ എവിടെ പോയിന്ന് പേടിച്ച അമ്മ ഇന്നലെ ഉറങ്ങിയില്ലേ? ഏയ്, അങ്ങനൊരു പേടിയൊന്നും എനിക്കില്ല. എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചു മാത്രം. ശാരികയും രാജീവുമായുള്ള 2ാം താലികെട്ടല്ലായിരുന്നു അമ്മ ഇന്ന്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് താലി കെട്ടണം എന്നുള്ളതുകൊണ്ട് ശാരദാമ്മയും ഫാമിലിയും ഇന്നലെ വൈകിട്ട് തന്നെ വിഷ്ണുലോകത്തെത്തി. അവിടെ നിനക്കെന്താ കാര്യമെന്നാ ചോദിച്ചത്. കാര്യമുണ്ട്. ശാരദാമ്മയുടെ മകളുടെ 2ാം താലികെട്ടല്ലേ. ആദ്യാവസാനക്കാരിയായി ഞാൻ വേണ്ടതല്ലേ അവിടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ നീ അവിടെ? കുഴപ്പമുണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു മൂഡ് തോന്നിയില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പൊ പരോളില്ല. വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടിയാൽ അവര് നിന്നെ പിന്നെയും പിടിച്ചകത്തിടും. ആ, പിന്നെ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം എനിക്കറിയാമേ. അമ്മ ഞാൻ കുഴപ്പത്തിലാക്കില്ല. എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാലും ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കൂല. നിന്നെ നീ ഇപ്പോഴും കാര്യങ്ങളൊന്നും തെളിച്ചു പറയുന്നില്ല. എന്തിനാ വിഷ്ണു ലോകത്തിൽ പോയതെന്നും എന്തിനാ ശാരികയുടെ 2ാം കല്യാണത്തിന് പോയതെന്നും ഒക്കെ എല്ലാം ഇപ്പോഴേ തുറന്നു പറഞ്ഞ സസ്പെൻസ് പോവില്ലേ അമ്മേ? വിഷ്ണു ലോകത്തിൽ ഞാൻ പോയതൊരു ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ശേഖരിക്കാനാ. RDX പോലെ. പ്രതീക്ഷിച്ച പോലെ സംഗതി കിട്ടി. ഇന്ന് വേണമെങ്കിൽ പൊട്ടിക്കായിരുന്നു, പക്ഷെ പറഞ്ഞ പോലെ ഒരു മൂഡ് തോന്നിയില്ല. ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അത് പൊട്ടും. അപ്പോഴേ ആ ഞെട്ടലിന്റെ ആഴം കൂടും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. ജയ്സമ്മ വരുന്നുണ്ടല്ലോ. ഒരു മതിലിനപ്പുറത്തായിട്ട് ജയ്സമ്മ ഇപ്പോഴാണോ വരുന്നേ? ഒരു മതിലിനപ്പുറാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പത്മജേ? നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കൂടി നടക്കണ്ടേ? ഈ പുകിലും കണ്ടോണ്ടിരിക്കാനാണോ നേരം? ഇതൊക്കെ നാട്ടിലെ കേട്ടുകേൾവിയുള്ള കാര്യമാണോന്ന് നിങ്ങൾ തന്നെ പറയണം. കെട്ടിയവളുടെ താലി പൊട്ടിക്കുക, പിന്നെ അത് വീണ്ടും കെട്ടുക, അതും ചടങ്ങായിട്ട് തന്നെ. പൊട്ടിച്ചതല്ലെന്നേ. പൊട്ടിക്കാൻ ചെന്നപ്പോ അവള് പൊട്ടിച്ച് കയ്യിലോട്ട് വെച്ചിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവളെ ആദ്യം കണ്ടപ്പോഴേ എനിക്കങ്ങനെ തോന്നിയതാ. അവൾ അതല്ല അതിനപ്പുറവും ചെയ്യുമെന്ന്. അതെ, കണ്ടു കഴിഞ്ഞാ ഒരു നെൽക്കതിരിന്റെ അത്രയിലേ ഉള്ളൂ. പക്ഷെ കയ്യിലിരിപ്പ് വേറെയാ. അയ്യോ, ഞാനൊരു പാവമാണേ എന്നൊരു ഭാവമാ എപ്പോഴും മുഖത്ത്. അത്തരക്കാരെയാ സൂക്ഷിക്കേണ്ടത്. അതെ അതെ. ഇവരുടെ അടുത്ത വീട്ടിലാ ഞാൻ നേരത്തെ വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നത്. വരുത്തന്മാരാണ് ഇവര്. ഒരു സംസ്കാരവും ഇല്ല. ആ പെണ്ണും കൂടി വന്ന് കേറിയതോടെ തീർന്നു. എന്നും അടിയും ഓലമ്പും ബഹളവും. മാത്തുക്കുട്ടിച്ചായം പറയും, എന്റെ പൊന്നു ജയ്സമ്മേ, നീ അതൊന്നും നോക്കാൻ പോകണ്ട, നമുക്ക് ഉള്ള കുരിശും വരച്ച് കിടക്കാന്ന്. എന്നാലും ഒരു മതിലിനപ്പുറമല്ലേ. ഒരു ചെവിയും ഒരു കണ്ണും അടച്ചു വെക്കാന്ന് വിചാരിച്ചാലും രക്ഷയില്ല. തലയ്ക്ക് സ്വൈര്യം കിട്ടില്ലെന്നേ. ആ പെണ്ണ് വിജയലക്ഷ്മിയെ കസേരയിന്ന് ചവിട്ടി താഴെയിട്ട് നടുവൊടിച്ചപ്പോ നോക്കിയത് ഞാനല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായോ? ആന്ന്. അന്ന് രാത്രിക്ക് രാത്രി അവിടെ നിറങ്ങിപ്പോയ പെണ്ണ് എവിടെയൊക്കെ പോയോ എന്തൊക്കെ ചെയ്തോ ആവോ. ആ ബാലചന്ദ്രനുമായിട്ട് ചേർന്നേ ഇടയ്ക്ക് എന്തോ പങ്കുവെച്ചോടൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. അവനാണെങ്കിൽ കമ്പയിൽ തുണി ചുറ്റിയാൽ അതിന് പുറകെ പോകുന്നവനാ അവൻ. പെണ്ണിനി ഏത് പരുവത്തെ തിരിച്ചു വരുമെന്ന് ആർക്കറിയാം. ദേ, നമ്മളൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലേ. നിങ്ങൾക്കറിയാലോ, ഏഷണിയും പരദൂഷണവും കേൾക്കുന്നിടത്തു നിന്ന് ഈ ചെവിയും എടുത്തോണ്ട് പോകുന്നവളായി ജയ്സമ്മ. എന്നാലും ആരെ പറ്റിയെങ്കിലും ഒരു അപവാദം ഇറങ്ങിക്കഴിഞ്ഞാ ഒടുവിൽ ചോദിച്ചും പറഞ്ഞു വരുമ്പോ ജയ്സമ്മയാ പറഞ്ഞെന്നാവും. അതുകൊണ്ട് ജയ്സമ്മ നാവടച്ച് പൂട്ടി വച്ചോണ്ടിരിക്കുക. നമുക്കൊന്നും അറിയണ്ടായേ.
ആ അവര് വരുന്നുണ്ട്. ഇത് വേറൊരു പുളുന്തൻ. പെങ്ങൾ എന്ത് പറഞ്ഞാലും ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിക്കോളും. കണ്ടോ കണ്ടോ, പെണ്ണിനൊരു ഉടച്ചിലുണ്ടേ. ആഹാ, ജയ്സമ്മയൊക്കെ ഇങ്ങ് എത്തിയായിരുന്നോ? ആ ഒരു മതിലിനപ്പുറത്തൊരു ചടങ്ങ് നടക്കുമ്പോ എങ്ങനെയാ വിജയലക്ഷ്മി വീട്ടിൽ കയറി അടച്ചുപൂട്ടിയിരിക്കുന്നത്? 100 കൂട്ടം പണി കിടക്കുന്നു വീട്ടില്. എന്നാലും എനിക്ക് ഇരിക്കപ്പുറതിയുണ്ടോ? ഞാനെല്ലാം ഇട്ടേച്ചിങ്ങ് പോന്നു. പത്മജി, ആ നിലവിളക്കിഞ്ഞെടുത്തോണ്ട് വാ. പുതുപ്പെണ്ണ് വന്ന് കേറുമ്പോ കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുന്നോ? ചെല്ലങ്ങോട്ട്. കുറ്റം പറയാന്ന് വിചാരിക്കരുത് വിജയലക്ഷ്മി. നമ്മൾ പുറംനാട്ടുകാരോട് ഒരു സഹകരണവും ഇല്ല ഇവിടത്തുകാർക്ക്. ചത്തു കിടന്നാ പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇമാതിരി മനുഷ്യന്മാര്. സാർ, ഇതൊക്കെ വേണമായിരുന്നു. എനിക്കൊക്കെ വല്ലാത്ത നാണിക്കേട് തോന്നുന്നു. ചടങ്ങല്ലേടോ, നിന്നോർത്തേക്കാം. വന്നോളെ. ഇനി വലതുകാല് വെച്ച് അകത്തേക്ക് വാ. അതെ, ഒരു ഉളുപ്പുമില്ലാതെ അവള് കയറി പോകുന്ന കണ്ടില്ലേ? നമുക്ക് നോക്കാം. ഭഗവാനെ, ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ പരിഹരിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. മോളെ, അവളുടെ ഒരു അഭിനയം എന്ത് നല്ല നടിയാ. ആ മധുരം എടുത്തേ. കഴിക്കും മോനെ. വേണ്ടമ്മേ, ഒരല്പം കഴിക്കും മോളെ. ദാ. എന്താ മോളെ? അയ്യോ മോളെ, ശാരിക, എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? AC വണ്ടിയിൽ ഇത്രയും ദൂരം അടച്ചു കെട്ടിയിരുന്ന് യാത്ര ചെയ്തതിന്റെ ആയിരിക്കും മോളെ. സാരമില്ല. പത്മജ, കുറച്ച് വെള്ളം എടുക്കൂ മോളെ. ഇന്ന് മൊത്തം നിൽപ്പല്ലായിരുന്നോ? കാര്യമായിട്ടൊന്നും കഴിച്ചതും ഇല്ലല്ലോ. ഗ്യാസ് കയറിയിട്ടുണ്ടാവും. വേഗം കൊണ്ടുപോ പത്മജ.
ദവാ കഴുകും മോളെ. വാ മോളെ. ഒന്ന് കിടന്നാ എല്ലാം ശരിയായിക്കോളും. മോനെ, ഇവളെ കൊണ്ട് റൂം കാണിച്ചു കൊടുക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. വാ. വിജയലക്ഷ്മി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കാണാനും പരിചയപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അവൾ ഇനി ഇവിടെ തന്നെയുണ്ട്. ഞാനൊന്ന് കിടന്നുറങ്ങാൻ പോവുക വിജയെ. അത്രയും ദൂരം കാറിലിരുന്ന് നടു തകർന്നു. വിജയ്, ഇപ്പോഴിത് നിങ്ങൾ എടുത്തു ചാടി ചെയ്യണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. അവള് രാജീവിനെ വിട്ടു പോയിട്ട് മാസം കുറച്ചായില്ലേ? ഇപ്പം വയറ്റിലുണ്ടെന്ന് പറഞ്ഞ ഇനി ബാലചന്ദ്രൻ അത് കൈയേക്കുവോ? അവനത് രാജീവിന്റെ തലയിൽ വെച്ചിട്ട് പോവും. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. എന്റെ മാതാവേ, ഇതൊക്കെ കാണാനുള്ള യോഗം നീ എനിക്ക് തന്നല്ല. ഇത് തന്നെയാ വേണ്ടത് വിജയലക്ഷ്മി. ചൂലെടുത്ത് അടിച്ചറക്കണം. തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയാണോ അവള് ചെയ്തത്? ഇതേ ശാരികയ്ക്കുള്ളതല്ല ജയ്സമ്മേ, ഇത് നിങ്ങൾക്കുള്ളതാ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയ ഇത് നിങ്ങളുടെ പുറത്തിരിക്കും. അത് ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. അല്ല, അത് ഇറങ്ങാൻ. വന്നോളും ഓരോന്ന് കുടുംബം കലക്കാനായിട്ട്. അമ്മ, എന്നോട് പൊറുക്കണം അമ്മ. ശാരി, ഒരിക്കൽ ചതിച്ചതാ. വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏത് നിമിഷം വേണമെങ്കിലും ചതിച്ചിട്ട് കടന്നു കളയും. ഗോപാലേട്ടന് സ്നേഹവും വിശ്വാസവും നിറഞ്ഞൊരു ലോകം ഒരുക്കി തരാൻ എനിക്ക് കഴിയില്ല ഗോപാലേട്ട. അച്ഛാ, അച്ഛനെ കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. മോളെ, ഞാനങ്ങ് പോയാലോ എന്നാ. എങ്ങോട്ട്? ഇതിനു മുമ്പ് എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ. അച്ഛൻ എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തെ? അതല്ല മോളെ, ഞാനിവിടെ നിൽക്കണമെന്നുള്ള നിങ്ങൾ മക്കളുടെ ആഗ്രഹവും നിർബന്ധമാണ്. പക്ഷേ ശാരദ, അവളുടെ മനസ്സിൽ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്ന്.
ഞാൻ വന്ന് കയറിയപ്പോ മുതല് അവൾക്കൊരു മൗനമാ. ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയാൻ മടിച്ചിട്ടാണെങ്കിലോ. ഞാൻ എന്തിനാ ഇവിടെ ഒരു കരടായിട്ട് നിൽക്കുന്നേ? പോയേക്കാം. പോട്ടെ. ഗോപാലേട്ടാ, ഗോപാലേട്ടാ,